ഗുഡ് മോർണിംഗ് ഓൾ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് പ്രൈമറി ഡേറ്റ കളക്ഷൻ ടെക്നിക്സിലെ സെക്കൻഡ് ടെക്നിക് ഇൻ്റർവ്യൂ മെത്തേഡാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-വേ സിസ്റ്റമാറ്റിക് ഇൻറ്ററാക്ഷനാണ്. അതായത് മിനിമം രണ്ട് പേരെങ്കിലും ഉൾപ്പെടുന്ന ഒരു ഇൻറ്ററാക്ഷണൽ പ്രോസസ്സാണ് എന്താ ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മൾ ടി വിയിൽ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഫിലിം ആക്ടേഴ്സിൻ്റെ, ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ, ഈവൻ പൊളിറ്റീഷ്യൻസിൻ്റെ പോലും ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ മിനിമം 2 പേരെങ്കിലും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ആൾ ഇൻ്റർവ്യൂവർ, അയാളാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂവറുടെ ക്വസ്റ്റ്യൻസിനെല്ലാം റെസ്പോണ്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂവി. അങ്ങനെ 2 പേരാണ് നമ്മുടെ ഇൻ്റർവ്യൂവിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന മിനിമം പേഴ്സൺസ്. അറ്റ്ലീസ്റ്റ് ഈ 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻ്റർവ്യൂ നമുക്ക് സക്സസ്ഫുള്ളായി കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ റെസ്പോണ്ടൻസിൻ്റെ എണ്ണവും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂവേഴ്സിൻ്റെ എണ്ണവും കൂടുന്നതിൽ യാതൊരു തെറ്റുമില്ല. മിനിമം 2 പേരെങ്കിലും ഇവർ 2 പേരും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടാവേണ്ടതാണ്. ഈ ഇൻ്റർവ്യൂവർ എന്ന് പറയുന്ന ആളാണ് ഡേറ്റ കളക്ട് ചെയ്യാനായി എത്തുന്നയാൾ. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് എത്തുന്നയാൾ, അയാളാണ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ എന്യൂമറേറ്റർ. ഇപ്പോൾ ഇൻ്റർവ്യൂവറായിട്ട് ഇൻ്റർവ്യൂ മെത്തേഡിൽ അയാളുടെ പേര് മാറുക ചെയ്യുന്നത്. ഒബ്സർവേഷനകത്ത് ഈ എന്യൂമറേറ്ററുടെ പേരെന്തായിരുന്നു? ഒബ്സർവർ. സോ അതേപോലെ തന്നെ ഇൻ്റർവ്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ എന്യൂമറേറ്ററുടെ പേര് ഇവിടെ എന്താണ്? ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിന് എല്ലാം ഡേറ്റാസ് പറഞ്ഞു തരുന്ന റെസ്പോണ്ട് ചെയ്യുന്ന റെസ്പോണ്ടൻറ്റിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂവി എന്ന് പറയുന്നത്. ഇൻഫോർമൻ്റ് എന്ന് വേണമെങ്കിലും അയാളെ പറയാം. അയാളാണ് നമുക്ക് വേണ്ട ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇവർ 2 പേരും തമ്മിലുള്ള, ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവിയും തമ്മിലുള്ള ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള 2-വേ സിസ്റ്റമാറ്റിക് ഇൻറ്ററാക്ഷണൽ പ്രോസസ്സാണ്. 2-വേ മീൻസ് എന്ന് വെച്ചാൽ 1-വേ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈഡിൽ നിന്ന് മാത്രമേ സംസാരം വരുന്നുള്ളൂ. മറ്റേ ആൾക്ക് റെസ്പോണ്ട് ചെയ്യാനോ അയാളുടെ ഐഡിയാസ് പകരം പറയാനോ ഒന്നിനും ചാൻസ് ഇല്ല. റേഡിയോ നമ്മൾ കേൾക്കുന്നത് 1-വേ കമ്മ്യൂണിക്കേഷനാണ്. റേഡിയോയോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ റേഡിയോ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം. അതൊരു 1-വേ കമ്മ്യൂണിക്കേഷനാണ്. ബട്ട് 2-വേ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടില്ല. അതിനകത്ത് 2 പേരും അങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട് പറയും. പറയുന്നതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ല, അങ്ങനെയാണ് 2 പേരും തമ്മിൽ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 2-വേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻ്ററാക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള പാർട്ടിസിപ്പൻസ് ആരാണ്? ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവിയും. നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. First characteristics, the interviewer and the respondent are strangers, and so the interview has to get himself introduced to the respondents. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻ്റർവ്യൂ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയുള്ള ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ആ ഇൻ്റർവ്യൂ ഒരു സക്സസ്ഫുൾ ആണെന്ന് പറയാം. അപ്പോൾ ഒന്നാമത് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇൻ്റർവ്യൂവറും റെസ്പോണ്ടൻറ്റും സ്ട്രേഞ്ചേഴ്സാണ്. അതുകൊണ്ട് ഇൻ്റർവ്യൂവർ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുൻപ് തന്നെ റെസ്പോണ്ടൻറ്റിനെ സ്വയമേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ആരാണ്? എന്തിനു വേണ്ടിയാണ് താൻ ഇവിടെ വന്നത്? എന്തിനാണ് താൻ ഈ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നത്? എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഫസ്റ്റ്ലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തതോ, ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഒബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് എന്തിനെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആക്കി എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു ലക്ഷ്യവുമില്ലാതെ എന്ത് സക്സസ്ഫുള്ളായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഇല്ല. ആ ലക്ഷ്യം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ആ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആകുന്നത്. സോ ആദ്യം തന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകണം.
അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് വെർബൽ ആൻസേഴ്സ്. റെസ്പോണ്ടൻറ്റ് നമുക്ക് ആൻസേഴ്സ് തരുന്നതും ഇൻ്റർവ്യൂവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും വെർബലായിട്ടാണ്. ഓക്കെ, അതായത് ഓറൽ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നടത്തുന്നത്. റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, സംസാരിച്ചുള്ള വെർബൽ ആൻസറിങ് ആൻഡ് ക്വസ്റ്റ്യനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഈസ് ആൻ ഇൻ്ററാക്ഷണൽ പ്രോസസ്സ്. ഇൻ്ററാക്ഷണൽ എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷൻ മീൻസ് ഒരാളുടെ പ്രവൃത്തി. ഇൻ്ററാക്ഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്കുള്ള കൗണ്ടർ ആക്ഷൻ അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു റെസ്പോണ്ടൻറ്റിനോട്, റെസ്പോണ്ടൻറ്റ് നമുക്ക് ആൻസേഴ്സ് തരുന്നു. അങ്ങനെയുള്ളതാണ് ഇൻ്റർവ്യൂ. അപ്പോൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ഇൻ്ററാക്ഷണൽ പ്രോസസ്സ് ആയിരിക്കണം. രണ്ടുപേരുടെയും ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അടുത്തത് ഇൻ്റർവ്യൂ ഇസ് എ ഫ്ലെക്സിബിൾ പ്രോസസ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഫ്ലെക്സിബിൾ മീൻസ് എന്താണ്? ചേഞ്ചിബിൾ, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇൻ്റർവ്യൂവിൽ. ഇൻ്റർവ്യൂ ഫുള്ളി ചേഞ്ച് ചെയ്യാമെന്നല്ല പറയുന്നത്. നമ്മൾ ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ റെസ്പോണ്ടൻറ്റിന് ക്വസ്റ്റ്യനകത്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഇൻ്റർവ്യൂവറോട് ചോദിക്കാം. എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒന്നും കൂടി ക്ലിയർ ആക്കി പറയാമോ? അപ്പോൾ റെസ്പോണ്ടൻറ്റിന് മനസ്സിലാവുന്ന രീതിയിൽ മറ്റൊരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് മാറ്റി ചോദിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റെസ്പോണ്ടൻറ്റ് റെസ്പോണ്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്താണോ അത് ഇൻ്റർവ്യൂവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആയില്ല. അപ്പോൾ ഇൻ്റർവ്യൂവർക്ക് എന്ത് ചെയ്യാം? ആ ആൻസറിനകത്തു നിന്നും വീണ്ടും വീണ്ടും സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതൊന്നും അയാൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരിക്കണം എന്നില്ല. മറ്റ് മെത്തേഡുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയറിൽ പറയുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് പേപ്പറിലാക്കി അവർക്ക് എഴുതാനായിട്ട് കൊടുക്കുക ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? റെസ്പോണ്ടൻറ്റിന് ക്വസ്റ്റ്യൻസിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർവ്യൂവറുടെ ക്വസ്റ്റ്യൻസിലെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. റെസ്പോണ്ടൻറ്റ് പറഞ്ഞ ഡേറ്റാസ് കൂടുതൽ സ്പെസിഫിക് ആകുന്ന രീതിയിൽ സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും വീണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി പറയുന്ന ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇറ്റ് ഇൻവോൾവ്സ് ക്ലോസ് കോണ്ടാക്ട് ഓർ ഇൻറ്ററാക്ഷൻ ഇൻക്ലൂഡിങ് ഡയലോഗ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്. അതായത് ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റ്ലി ഫേസ് ടു ഫേസ് ആയിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇനി അങ്ങനെ മാത്രമല്ല, രണ്ടുപേരും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഡയലോഗ്സ് ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻസ് മാത്രം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ഗൂഗിൾ മീറ്റിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അതിനൊരു ഇൻറ്ററാക്ഷൻ തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു റെസ്പോൺസും ഇല്ല, ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ഇൻറ്ററാക്ഷനിലാകത്തില്ല, അതൊരു സക്സസ്ഫുൾ ഇൻ്റർവ്യൂ ആകത്തില്ല. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ റെസ്പോണ്ടൻറ്റ് അതിന് ഈക്വലായ റെസ്പോൺസുകൾ നൽകിയാൽ മാത്രമേ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആവുകയുള്ളൂ. അത് ക്ലോസ് ആയിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്താലേ അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഫോണിൽ കൂടി ഫോൺ ചെയ്തിട്ട് ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസ് നമുക്ക് ഡയറക്റ്റ്ലി ഉണ്ടാവണമെന്ന് ഇല്ല. അപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഉള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർ ക്ലോസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഓരോ ആൻസറിങ് നൽകുമ്പോഴും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജസ്റ്റീസ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ട് ഇവർ പറയുന്ന ആൻസർ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതോ തെറ്റുണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് ഒരു സക്സസ്ഫുൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആണ്. ഇൻ്റർവ്യൂയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ്. ഒബ്ജക്റ്റീവ്സിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസ് നമുക്കുണ്ടായാലാണ് ഡേറ്റ കളക്ഷന് വേണ്ടി, പ്രൈമറി ഡേറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ഈ പറയുന്ന ഇൻ്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫോർ കളക്ടിങ് അൺനോൺ ഫാക്ട്സ് ത്രൂ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ്. നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യണം. പക്ഷേ ആ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് ചില അൺനോൺ ഫാക്ട്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. നോൺ ഫാക്ട്സ് അതായത് എല്ലാവരുടെയും മുമ്പിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ആരോട് എവിടെ വെച്ച് ചോദിച്ചാലും എല്ലാവരും തുറന്നടിച്ച് സംസാരിക്കും. എന്നാൽ ചില അൺനോൺ ഫാക്ട്സ്, സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലാവരും മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് ഇരിക്കും. സോ ആ സീക്രട്ട് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഫേസ്
ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരുടെ ഫേസിൽ നിന്ന് നോക്കി അവരുടെ ആക്ച്വലായിട്ടുള്ള ആൻസറിങ്ങിൽ നിന്ന് നോക്കി അവരുടെ റെസ്പോൺസ് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സീക്രട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ പോലീസ് ഓഫീസേഴ്സൊക്കെ ഫോണിൽ വിളിച്ച നിങ്ങൾ ആ സംഭവം കണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ആ സംഭവം കണ്ടിട്ട് എങ്ങനെയാണ് പ്രതികരിച്ചത്, എത്ര മണിക്കാണ് കണ്ടതെന്ന് ഫോണിൽ വിളിച്ചിട്ടാണോ ചോദിക്കുന്നത്? ഇല്ല, ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് അവരെ ഇരുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ക്വസ്റ്റ്യനിങ് നടത്തുന്നതും എൻക്വയറി എല്ലാം നടത്തുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ അൺനോൺ ഫാക്ട്സ് അവർ നമ്മളോട് പറയാത്ത സീക്രട്ടായിട്ടുള്ള ഫാക്ട്സ് കൂടി അവരുടെ ഫേസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ മെത്തേഡാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫോർ നോയിങ് ദ ഇന്നർ ഫീലിങ്സ് ഓഫ് ദ റെസ്പോണ്ടൻസ്. അതായത് എങ്ങനെയാണ്, അതായത് എത്രത്തോളമാണ് അയാൾ പറയുന്ന ആൻസറിൻ്റെ ആക്യുറസി എന്നറിയുന്നുണ്ടെങ്കിൽ, അതായത് ഇന്നർ ഫീലിങ്സ് അറിയണമെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വെരി സങ്കടമുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യാപ്തം എത്രയാണെന്ന് മനസ്സിലാകും. അതേപോലെ വെരി ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിലും അവരുടെ ഫേസിലെ എക്സ്പ്രഷൻസ് കണ്ട് നമുക്കതിൻ്റെ ആക്യുറസി എത്രത്തോളം മനസ്സിലാക്കാം. അതേപോലെ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ അതും നമുക്ക് ഫേസിൽ നോക്കി എത്രത്തോളം ഇവർ കള്ളത്തരം നമ്മൾ പറയുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പിൽ ഏതൊക്കെ രീതിയിലാണ് എപ്പോഴൊക്കെയാണ് കള്ളത്തരം പറയുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ ഇന്നർ ഫീലിങ്സ് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്താനായിട്ടുള്ള ഇന്നർ ഫീലിങ്സ് കണ്ടെത്താൻ വേണ്ടി അങ്ങനെയാണ് നമ്മുടെ ഡാറ്റ കളക്ഷൻ എങ്കിൽ ആ രീതിയിലും അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻ്റർവ്യൂ മെത്തേഡാണ് ബെസ്റ്റ് ഓപ്ഷൻ. അടുത്തത് ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ക്വാളിറ്റേറ്റീവ് ഫാക്ട്സ്. ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ട്സ് ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി ചോദിക്കുമ്പോൾ അവർക്ക് ക്വസ്റ്റിനകത്ത് നമുക്ക് ആൻസർ സിമ്പിൾ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഒരു മാത്സിൻ്റെ മാർക്ക്, മലയാളത്തിൻ്റെ മാർക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ 45 ഔട്ട് ഓഫ് 50, 35 ഔട്ട് ഓഫ് 50 ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. പക്ഷെ ഒരാളുടെ സ്വഭാവം പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് പേപ്പറിനകത്ത് എത്രത്തോളം ഡിസ്ക്രൈബ് ചെയ്താലും ആക്യുറേറ്റ് ആയിട്ട് അയാളുടെ ക്വാളിറ്റീസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് സ്വഭാവം അല്ലെങ്കിൽ ഹോണസ്റ്റി, അതേപോലെ തന്നെ മറ്റ് ബ്യൂട്ടി, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പേപ്പറിൽ റിട്ടൺ ആയിട്ട് അത്രത്തോളം കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റില്ല. സോ അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ഫാക്ട്സ്, അങ്ങനെയുള്ള ഡേറ്റാസ് ആണ് നമ്മുടെ പ്രൈമറി ഡേറ്റ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യണമെങ്കിൽ അവിടെയും നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂ മെത്തേഡ്. അടുത്തത് ഫോർ വെരിഫൈയിങ് ന്യൂ ഐഡിയാസ്. നമ്മൾ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ 2 പേര് തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഐഡിയാസ് ഫോർമുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസിലെ തെറ്റ് തിരുത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യനായിട്ട് എഴുതി വല്ലവരോട് ചോദിക്കുകയാണ്, എൻ്റെ ഐഡിയാസ് ഇതാണ്, ഇത് നല്ലതാണോ? അപ്പോൾ അവരെന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ആൻസർ ആയിട്ട് എഴുതാനുള്ള മടി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ അവരെന്ത് ചെയ്യും, അവരുടെ ടൈമിന് അവർ സ്പെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടോ അവരെന്ത് ചെയ്യുന്നു, കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് 2 വാക്കുകളിൽ ആൻസർ ഒതുക്കുന്നു. പക്ഷേ ഒരു ഐഡിയ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്ന് ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഐഡിയയിലെ ഓരോ പോയിന്റുകളും എടുത്തെടുത്ത് എവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം എന്നും ഏതൊക്കെ പോയിന്റുകളിൽ പുതിയ സജഷൻസ് ആഡ് ചെയ്യണമെന്നും ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഐഡിയാസിനെ ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്യാനും ഏത് മെത്തേഡാണ് നല്ലത്, ഇൻ്റർവ്യൂ മെത്തേഡ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയും നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട പ്രൈമറി ഡേറ്റ കളക്ഷൻ ടെക്നിക്ക് ഏതാണ്, ഇൻ്റർവ്യൂ മെത്തേഡ്. ലാസ്റ്റ് പറയുന്നത് ഫോർ കളക്ടിങ് അഡീഷണൽ ഇൻഫർമേഷൻ ഓർ വ്യൂസ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ് അബൌട്ട് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഡിഫറെൻറ്റ് സൊല്യൂഷൻ. ഇനി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത് ഓരോ സിറ്റുവേഷൻസിലും പല ആളുകളും എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ എന്താണ്, അവരുടെ ആ സിറ്റുവേഷനെ പറ്റിയുള്ള വ്യൂസ് എന്താണ് എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ അവിടെയും നമുക്ക് ഇൻ്റർവ്യൂ മെത്തേഡാണ് സ്യൂട്ടബിൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാറൊക്കെ മുമ്പ് പൂട്ടിച്ചിരുന്നില്ലേ, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അതിൻ്റെ ഐഡിയാസ് ഓരോരുത്തരുടെ വ്യൂ പോയിൻറ്റ്സ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇൻ്റർവ്യൂ മെത്തേഡിൽ നമ്മൾ ഓരോ റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത് വന്നെന്ന് പറയുകയാണെങ്കിൽ പല ആളുകളും പല ഐഡിയാസ് പല വ്യൂസും പറയും. അതേസമയം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും എന്താണ്,
ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്, ഇങ്ങനെ 2 ഐഡിയാസേ പറയത്തുള്ളൂ, വ്യൂസേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ അങ്ങനെയൊന്നും ആരും സ്പെസിഫിക് ആയിട്ട് പറയത്തില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെന്നിട്ട് ഒരു മദ്യപാനിയോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയും അത് വളരെ മോശമായിട്ടുള്ള ഒരു തീരുമാനമായി പോയി, ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വൈകുന്നേരം ഉണ്ടായിരുന്ന ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, അതൊക്കെ വെറുതെ സ്പോയിലാക്കി കളഞ്ഞു എന്നൊക്കെ അവർ സംസാരിച്ചേക്കാം. എന്നാൽ വേറെ വല്ല സാമൂഹിക പ്രവർത്തകരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇത് വളരെ നല്ല ഒരു ഡിസിഷനാണ്, ഒരുപാട് നല്ല ബെനിഫിറ്റുകൾ ഇതുകൊണ്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ പല ആളുകളുടെയും സെയിം സിറ്റുവേഷനിലെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷനിലെ വ്യൂസും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് ഡേറ്റ കളക്ഷനാണ്? പ്രൈമറി ഡേറ്റ കളക്ഷനാണ്. സോ ഇതേപോലെയുള്ള 5 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ ഡേറ്റ കളക്ഷൻസിന് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റർവ്യൂ മെത്തേഡ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതി. ഇൻ്റർവ്യൂ മെത്തേഡ് ഏതൊക്കെ ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ഫേസിൽ നിന്ന് നമ്മൾക്ക് അൺനോൺ ഫാക്ട്സ് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇന്നർ ഫീലിങ്സ് അറിയണമെങ്കിൽ, ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് ആണ് കളക്ട് ചെയ്യേണ്ടതെങ്കിൽ, നമ്മുടെ ഐഡിയാസ് വെരിഫൈ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഓരോ ആളുകളുടെ വ്യൂസ് ഒക്കെ ഡിഫറെൻറ്റ് പേഴ്സൺസിൻ്റെ അറിയണമെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡേറ്റ കളക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്? ഇൻ്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ്. നമുക്ക് ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞതിന് ശേഷം അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർവ്യൂ മെത്തേഡ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സിൻസ് ദ ഇൻ്റർവ്യൂവർ പേഴ്സണലി ഗോസ് ടു ദി ഫീൽഡ് ആൻഡ് മീറ്റ് ദ പീപ്പിൾ, പാർട്ടിസിപ്പേഷൻ റേറ്റ് വിൽ ബി ഹൈ. അതായത് ഇൻ്റർവ്യൂവർ ഡയറക്റ്റ്ലി ഡേറ്റ കളക്ട് ചെയ്യപ്പെടേണ്ട ഫീൽഡിലേക്ക് ചെന്നിട്ട് അവിടെ ആ റെസ്പോണ്ടൻറ്റിനോട് ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറയുക ചെയ്യുന്നത്. അയാളുടെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഡേറ്റാസ് ഡയറക്റ്റ്ലി മീറ്റ് ചെയ്ത് ഡേറ്റാസ് കളക്ട് ചെയ്യുക ചെയ്യുന്നത്. സോ അവിടെ പാർട്ടിസിപ്പേഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ആരുടെ? റെസ്പോണ്ടൻറ്റിൻ്റെ. എന്തുകൊണ്ടാണ് അങ്ങനെ റെസ്പോണ്ടൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇവിടെ കൂടുതലെന്ന് പറയാൻ കാരണം, റെസ്പോണ്ടൻ്റ് അല്ല സ്വയമേ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഡേറ്റാസ് കുറച്ച് ഇൻ്റർവ്യൂവർക്ക് കൊടുത്തേക്കാന്നും പറഞ്ഞ് റെസ്പോണ്ടൻറ്റ് രാവിലെ കുളിച്ചുടങ്ങി ഇൻ്റർവ്യൂവറുടെ വീട്ടിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ഒരു ഡ്യൂട്ടി പോലെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാകും. അവർക്കത് ചെയ്യുന്നതിൽ വലിയ പാർട്ടിസിപ്പേഷൻ റേറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. കാരണം അവരെങ്ങനെയെങ്കിലും ആൻസറൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? വീട്ടിലേക്ക് ജസ്റ്റ് തിരിച്ചു പോവുക എന്നുള്ള ഒരു മൂഡാകും. സോ ഇൻ്റർവ്യൂവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് റെസ്പോണ്ടൻറ്റിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് എവിടെയാണോ ഉള്ളത് ആ ഫീൽഡിലേക്ക് ചെന്നിട്ട് അവിടുന്ന് റെസ്പോണ്ടൻറ്റിനെ കൊണ്ട് ആൻസേഴ്സ് പറയിപ്പിക്കുകയാണ്. സോ അവിടെ പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടുതലാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്ന് കഴിയുമ്പോൾ ഇൻ്റർവ്യൂവർ ആയാലും ആരായാലും നമ്മൾ അവരോട് വളരെ നല്ല രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്ന. ഡേറ്റാസൊക്കെ നമുക്ക് അറിയാവുന്നതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നും അവർ കൊടുക്കില്ല. സോ ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടുതലാണ്. സോ നല്ല രീതിയിൽ ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ മെത്തേഡിൽ സാധിക്കും. അതാണ് ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ദർ ആർ പീപ്പിൾ ഹു ആർ ഇൻകേപ്പബിൾ ഓഫ് ഗിവിങ് ഇൻഫർമേഷൻ അൺലെസ് ആൻഡ് അൺടിൽ ദേ ആർ അസിസ്റ്റഡ്. എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ചിൽഡ്രൻ, ഇല്ലിറ്ററേറ്റ് പീപ്പിൾ എക്സെട്ര. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർവ്യൂ it becomes possible to collect information from them. അതായത് ചില ആളുകളുണ്ട് എങ്ങനെയുള്ളവർ, നമ്മൾ ഒന്ന് അസിസ്റ്റ് ചെയ്താൽ മാത്രം, നമ്മളൊന്ന് തള്ളിക്കൊടുത്താൽ മാത്രമേ അവർക്ക് ഡേറ്റ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്യത്തില്ല. നമ്മളൊന്ന് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇൻ്റർവ്യൂവർ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രം ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില കുട്ടികളോട് നമ്മൾ മോനെ നിൻ്റെ പേരെന്താന്ന് കുഞ്ഞു കുട്ടികളോട് ചോദിച്ചു ഉടനെ തന്നെ ചിലരെന്ത് ചെയ്യണമെന്നില്ല, ആൻസർ ചെയ്യണമെന്നില്ല. പറ മോൻ്റെ പേരെന്താ, അങ്ങനെ കൂടുതൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ലിറ്ററേറ്റ് പേഴ്സൺസ്, സാക്ഷരത ഇല്ലാത്ത നിരക്ഷരരായിട്ടുള്ള പേഴ്സൺസിനോട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്തിലൂടെ പറ്റുള്ളൂ? ഇൻ്റർവ്യൂവിലൂടെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൻസേഴ്സ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ മോട്ടിവേഷൻ ആഗ്രഹമുള്ള എങ്കിൽ മാത്രം ഡേറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ അടുത്തു നിന്നും ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർവ്യൂ മെത്തേഡാണ്. തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദേ മേ ബി പേഴ്സൺസ് ഹൂ ആർ റിലക്റ്റന്റ് ടു റിപ്ലൈ
റിലാക്റ്റൻറ്റ് ടു റിപ്ലൈ എന്ന് വെച്ചാൽ ആൻസർ പറയാനായിട്ട് മടി കാണിക്കുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഈഗോ ഓർ അതർ ഫാക്ടേഴ്സ്. ഈഗോയോ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ടോ ആൻസേഴ്സ് പറയാനായിട്ട് ബുദ്ധിമുട്ടുക. ഇപ്പോൾ പൊളിറ്റിക്കൽ കാര്യങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തരും എനിക്കങ്ങനെ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് ആൾക്കാർ ഓഹോ എന്നുള്ള രീതിയിൽ അങ്ങ് തള്ളിക്കളയും. ആൻസർ പറയാതെ സിമ്പിളാക്കി അതിനെ അങ്ങ് പ്ലെയിൻ ആയിട്ട് വിടും. അതിന് പല കാരണങ്ങൾ കാണാം. ഒന്നെങ്കിൽ അവരുടെ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കത് പറയാനുള്ള മടിയായിരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള റിയാക്ഷനെ കുറിച്ച് ഓർത്തുള്ള പേടി കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. When the interviewer approached such person, it became possible to collect information. നമ്മളങ്ങനെ പയ്യെ ക്വസ്റ്റ്യൻസ് ഓരോന്നും ചോദിച്ചു കഴിയുമ്പോൾ ഡേറ്റ നമുക്ക് ഉദ്ദേശിച്ച ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂവിലൂടെയാണെങ്കിൽ പറ്റും. ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ അതിനകത്ത് ആൻസേഴ്സ് എഴുതാതെ ചിലപ്പോൾ മിസ്സാക്കിയെന്നും ഇരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിലാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവർ ഡയറക്റ്റ്ലി ആൻസർ പറഞ്ഞില്ലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസ് ഇൻവോൾവ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ മെത്തേഡിൽ സാധിക്കും. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് പോസിബിൾ ടു ഗോ ഡീപ്പ് ഇൻ ടു ദി പ്രോബ്ലം ആസ് മച്ച് ആസ് പോസിബിൾ. എന്താണ് ഈ അഡ്വാൻറ്റേജിനകത്ത് പറയുന്നത്? നമുക്ക് ഒരു ക്വസ്റ്റിനകത്ത് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് ഒരു പ്രോബ്ലത്തിനകത്ത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രോബ്ലത്തിനുള്ളിലേക്ക് അത്രയ്ക്കും ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാൻ എന്ത് ചെയ്യും നമുക്ക് സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത് ഇൻ്റർവ്യൂ മെത്തേഡിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 4-5 ക്വസ്റ്റ്യൻസോ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇൻ്റർവ്യൂ മെത്തേഡ് ആണെങ്കിൽ റെസ്പോണ്ടന്റ് ആൻസർ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് തന്നെ റെസ്പോണ്ടന്റിന്റെ ആൻസറിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും അതെന്തുകൊണ്ട് ഇത് എവിടെ വെച്ചാണ് എങ്ങനെയാണ് അങ്ങനെ വീണ്ടും ആ റെസ്പോണ്ടന്റിന്റെ റെസ്പോൺസിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസിനെ മാറ്റി ചോദിച്ച് ആ പ്രോബ്ലത്തിനുള്ളിലേക്ക് ഡീപ്പായിട്ട് കടന്നു ചെല്ലാൻ എന്തിനു സാധിക്കും? ഇൻ്റർവ്യൂ മെത്തേഡിന് സാധിക്കും. അടുത്ത അഡ്വാൻറ്റേജ് ദിസ് മെത്തേഡ് ഹെൽപ്സ് ഇൻ ക്രോസ് ചെക്കിങ്. അതായത് നമ്മൾ റെസ്പോണ്ടന്റിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് അവരോട് വീണ്ടും ചോദിക്കാനുള്ള ഒരു അവസരം എന്ത് തരുന്നുണ്ട്? ഇൻ്റർവ്യൂ മെത്തേഡ് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ പേപ്പറിൽ എഴുതി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ അവർ നമുക്ക് റിട്ടേൺ ആയിട്ടൊരു പേപ്പർ തരും. പക്ഷേ ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. റെസ്പോണ്ടന്റിനോട് തിരിച്ചു ചോദിക്കാനും പറ്റില്ല. പക്ഷേ ഇൻ്റർവ്യൂ മെത്തേഡിലാണെങ്കിൽ അവർ റെസ്പോൺസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇൻ്റർവ്യൂവർക്ക് മനസ്സിലായില്ല എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാൻ ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇൻ്റർവ്യൂ മെത്തേഡിനകത്ത് ഉണ്ട്. അടുത്ത അഡ്വാൻറ്റേജ് ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഇഫ് ദ റെസ്പോണ്ടന്റ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ക്ലിയർലി ദ ഇൻ്റർവ്യൂവർ ക്യാൻ റീഫ്രെയിം ദ ക്വസ്റ്റ്യൻസ്. അതായത് റെസ്പോണ്ടന്റിന് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യനെ ഒന്ന് റീഫ്രെയിം ചെയ്തെടുത്ത് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ച് റെസ്പോണ്ടന്റിനെ എന്താണ് താൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യനുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇൻ്റർവ്യൂവർക്ക് അവസരമുണ്ട്. സോ അവിടെ ഫ്ലെക്സിബിൾ ആണ്. ഡേറ്റയെ ചേഞ്ച് ചെയ്ത് ക്വസ്റ്റ്യനെ ചേഞ്ച് ചെയ്ത് സെയിം ആൻസർ തന്നെ പറയിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ക്വസ്റ്റ്യൻസ് നമ്മൾ പേപ്പറിൽ ചോദിക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. ചോദിച്ചു വെച്ചിരിക്കുകയാണ് ഓൾറെഡി, അത് റിജിഡായിട്ട് ഫിക്സഡ് ആയിട്ട് നമ്മൾ ചോദിച്ചു വെച്ചിരിക്കുകയാണ്. മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് പിന്നീട് സാധിക്കില്ല. സോ അതാണ് ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അടുത്ത അഡ്വാൻറ്റേജ് അണ്ടർ ദിസ് മെത്തേഡ് ഇമോഷൻസ് ഓഫ് ദ റെസ്പോണ്ടൻസ് ക്യാൻ ബി അപ്രീഷിയേറ്റഡ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ റെസ്പോണ്ടൻസിൻ്റെ ഇന്നർ ഫീലിങ്സ് അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അൺനോൺ ഫാക്ട്സ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും കൂടി നമുക്ക് ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് അവരുടെ ഇമോഷൻസ് നമുക്ക് കണ്ട് മനസ്സിലാക്കിയെടുത്ത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് അവർ നമുക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക. അതോ നമുക്ക് പറയുന്ന നൽകുന്ന ഡേറ്റാസ് കറക്റ്റ് അല്ലയോ എന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എന്തിൽ സാധിക്കും? ഇൻ്റർവ്യൂ മെത്തേഡിൽ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദിസ് മെത്തേഡ് പ്രൊവൈഡ്സ് റിലയബിൾ ഡേറ്റ. എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് പറഞ്ഞ ഇമോഷൻസ് നമുക്ക് റെസ്പോണ്ടന്റിനെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റിലയബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവർ കള്ളത്തരം ഇവൻ പറഞ്ഞാൽ പോലും അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ റെസ്പോണ്ടന്റിന്റെ ഫേസിൽ നിന്ന് തന്നെ നമുക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇനി ലാസ്റ്റ് പറയുന്ന അഡ്വാൻറ്റേജ് എന്താണ്?
In this method, both the interviewer and the respondents came face to face, which leads to inflow and outflow of ideas. അതായത് ഇന്റർവ്യൂവറും റെസ്പോണ്ടൻസും ഫേസ് ടു ഫേസ് ആയിട്ട് എത്തുന്നത് കൊണ്ട് അവിടെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഐഡിയാസ്, അതായത് ഇൻഫ്ലോ മീൻസ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. ഐഡിയാസ് റെസ്പോണ്ടൻറ്റും ഇന്റർവ്യൂവറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഐഡിയാസ്. ഇൻഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവർക്ക് ഡേറ്റാസ് കിട്ടുന്നുണ്ട്. ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ അവിടെ നിന്നും റെസ്പോണ്ടൻറ്റിനും കുറച്ച് ഐഡിയാസ് കിട്ടുന്നുണ്ട്. ഇവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൽ നിന്നും പലതും ഐഡിയാസ് ആർക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റെസ്പോണ്ടന്റിനും സാധിക്കുന്നുണ്ട്. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഇന്റർവ്യൂ മെത്തേഡിനകത്ത് ഉണ്ട്. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂ മെത്തേഡ്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് എ വെരി കോസ്റ്റ്ലി മെത്തേഡ്. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂവർ റെസ്പോണ്ടൻ്റ് ഉള്ള ഫീൽഡിലേക്ക് ചെന്ന് അവിടെ പോയിട്ട് വേണം ഡേറ്റാസ് കളക്ട് ചെയ്യാൻ. സോ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡേറ്റാസ് അയാൾക്ക് ഫുള്ള് റെസ്പോണ്ടൻറ്റ് തന്നെന്നിരിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് റെസ്പോണ്ടൻറ്റിനെ ഫോളോ ചെയ്താൽ മാത്രമേ അയാൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ഡേറ്റാസ് കിട്ടുകയുള്ളൂ. സോ അത് ടൈം വളരെ കൺസ്യൂം ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ അവിടെ എപ്പോഴും പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഈ ഇൻ്റർവ്യൂ മെത്തേഡിനെ ഉണ്ട്. അതായത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തേഡാണ്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് ഹൈലി ടൈം കൺസ്യൂമിങ് ഇൻ നേച്ചർ. ഞാൻ പറഞ്ഞല്ലോ കോസ്റ്റ്ലി ആണ്, അതായത് മോണിറ്ററി ആയിട്ടും കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ ടൈമും ഒരുപാട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അടുത്തത്, ദിസ് മെത്തേഡ് ഡിപ്പെൻഡ്സ് ടു മച്ച് ഓൺ ദ മെമ്മറി ഓഫ് ദ ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂവർ പേപ്പറിനകത്ത് നോക്കി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചിലപ്പോഴാന്ന് ചോദിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ അയാൾ ഇൻ്റർവ്യൂവറോട് റെസ്പോണ്ടൻറ്റ് പറയുന്നതൊക്കെയും അയാൾ ഉടനെ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യുകയാണ്, ഇൻ്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് എല്ലാം തലയിൽ ഫീഡ് ചെയ്ത് വെക്കുന്നു, മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കുന്നു. അതേപോലെ റെസ്പോണ്ടൻറ്റ് ആൻസർ ചെയ്യുമ്പോൾ ആ ആൻസറുകളും അദ്ദേഹം എവിടെയാണ് ഫീഡ് ചെയ്ത് വെക്കുന്നത്, മെമ്മറിയിലാണ്. അപ്പോൾ അയാളുടെ മെമ്മറി കപ്പാസിറ്റിയെ അപേക്ഷിച്ചിരിക്കും ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത്. അടുത്ത ലാസ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ മെമ്മറി ഓഫ് ദ റെസ്പോണ്ടൻറ്റ്. ഇൻ്റർവ്യൂവറുടെ മെമ്മറിയെ മാത്രമല്ല ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസ്പോണ്ടൻറ്റിൻ്റെ മെമ്മറിയും കൂടിയാണ്. എന്തുകൊണ്ടാണ്, റെസ്പോണ്ടൻറ്റ് ഓരോ ഡേറ്റ പറയുമ്പോഴത്തേക്കിനും അത് കറക്റ്റായിട്ട് പറയണം. അപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ മറന്നുപോയി, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ, ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂവർക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ റെസ്പോണ്ടൻറ്റിൻ്റെ മെമ്മറിയെയും ഇൻ്റർവ്യൂവറുടെ മെമ്മറിയെയും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അതേപോലെ തന്നെ ഇതെന്താണ്, വളരെ ടൈം കൺസ്യൂമിങ് ആൻഡ് മോണിറ്ററി ആയിട്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഡാറ്റ കളക്ഷൻ ടെക്നിക്കാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇത്രയാണ് ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റർവ്യൂ മെത്തേഡിനെ പറ്റിയാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ ഇൻ്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.